ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക്, പുതിയൊരാഴ്ചയിലേക്ക് സ്വാഗതം. എന്തൊരു ആശങ്കയുടെ, എത്ര സംഘർഷഭരിതമായ ഒരാഴ്ചയാണ് കടന്നുപോയത്. ആ ആഴ്ചയ്ക്ക് ശേഷം പുതിയൊരാഴ്ച പുലരുമ്പോൾ, പുതിയൊരു ദിവസം പുലരുമ്പോൾ അത് പ്രതീക്ഷകളുടേതാവട്ടെ, സമാധാനത്തിൻ്റെതാവട്ടെ. കാരണം എവിടെയായാലും മനുഷ്യജീവൻ എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അതിർത്തിയിലായാലും ഇന്ത്യയിലായാലും അങ്ങ് പാകിസ്ഥാനിലായാലും ഒക്കെ അതെ. പക്ഷേ വളരെ ശക്തമായ സന്ദേശം പാകിസ്ഥാനും ലോകത്തിനും നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതിൻ്റെ തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണിന്ന്. പല പ്രധാനപ്പെട്ട വാർത്തകളും വരാനുണ്ട്. അതിലേറ്റവും പ്രധാനം ഇന്ന് നടക്കുന്ന DGMO തല സൈനിക മേധാവി തല ചർച്ചയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു യോഗം ചേർന്നു ഉച്ചയ്ക്ക് 12 മണിക്ക്. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ദിവസം. ഇന്ന് പുതിയ KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ വാർത്തകൾ കൊണ്ട് നിറഞ്ഞ ഒരു ദിവസം, ഒരു വാരം തുടങ്ങുകയാണ്. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. സമാധാനം പുലരട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ പാകിസ്ഥാൻ DGMO തല ചർച്ച തന്നെയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. പാക് DGMOയെ അല്ലാതെ മറ്റാരെയും ചർച്ചയുടെ ഭാഗമാക്കില്ലെന്ന് ഇന്നലെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് വ്യക്തമാക്കിയിരുന്നു. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ അതിർത്തി മേഖലകളിൽ ഇന്നലെ ആശ്വാസത്തിന്റെ ഒരു രാത്രിയായിരുന്നു. അതീവ ജാഗ്രതയിലാണ് അതിർത്തി സംസ്ഥാനങ്ങളൊക്കെ ഉള്ളത്. പഞ്ചാബിൽ ഇന്നു മുതൽ സ്കൂളുകളും കോളേജുകളും തുറക്കും. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, കുറേ ദിവസത്തിന് ശേഷം ഒരുപക്ഷെ പൂർണ്ണമായും ശാന്തി പുലർന്ന ഒരു രാത്രിയായിരുന്നു കഴിഞ്ഞുപോയത്. ഇന്നത്തെ പ്രഭാതം വളരെ വളരെ ശുഭപ്രതീക്ഷകളുടേതാണ്. അതിലേറ്റവും പ്രധാനം ഇന്ന് നടക്കുന്ന DGMO തല ചർച്ചയാണ്. പക്ഷേ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മിനിയാന്നത്തെ പ്രകോപനത്തിന് ശേഷം DGMO തലത്തിൽ പാകിസ്ഥാനിൽ നിന്ന് യാതൊരു പ്രതികരണവും വന്നിട്ടില്ല എന്ന സ്ഥിതിക്ക് എങ്ങനെയായിരിക്കും അവർ ചർച്ചയിൽ പങ്കെടുക്കുമോ, ചർച്ചയിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് വെക്കുമോ, അങ്ങനെ പല പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് നേരം വെളുക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷാ നിർഭരമായ വാർത്തകൾ വരുന്നുണ്ട്? ശ്രീജ, എന്തായാലും കഴിഞ്ഞ ദിവസം അശാന്തികളുടെ ചില നാളുകൾ മാറി നിന്നുകൊണ്ട് ഒരു സമാധാനത്തിന്റെ രാത്രിയായിരുന്നു കടന്നു പോവുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരുന്നു. രാജസ്ഥാനിന്റെ അതിർത്തി ആയിട്ടുള്ള ബാർമറിൽ ചില ഡ്രോണുകൾ കണ്ടെത്തിയതായിട്ടുള്ള ചില വിവരങ്ങൾ വന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ അതിർത്തിയും ശാന്തമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. ഒപ്പം തന്നെ ഇന്ന് 12 മണിക്കാണ് ഇവർ കാത്തിരിക്കുന്ന DGMO തലത്തിലുള്ള യോഗം ചേരുക. അതിൽ പ്രധാനമായും ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ഈ മെനഞ്ഞാന്ന് ഈ വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 5 മണിക്കായിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത്. അതിനുശേഷം പിന്നീട് ഒരു തരത്തിലുമുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന തരത്തിലായിരുന്നു ചർച്ചകൾ വരികയും ചെയ്തത്. പക്ഷേ രാത്രി ഒരു 8 മണിക്ക് ശേഷം വീണ്ടും കനത്ത രീതിയിൽ ഡ്രോൺ ആക്രമണവും ഷെല്ലാക്രമണവും കനത്ത രീതിയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 10 വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്തു. പിന്നീട് വിദേശകാര്യ സെക്രട്ടറി വിക്രം സിംഗ് അതടക്കം സ്ഥിരീകരിക്കുകയും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുകയും പിന്നീട് വീണ്ടും രണ്ടാമതായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ആ ഒരു സ്ഥിതിവിശേഷം, അത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള പ്രകോപനം, അത് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ DGMO തലത്തിലുള്ള യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇനി ഉണ്ടായാൽ ഒരു തരത്തിലും അതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഇന്ത്യ സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആർമി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാകുന്നു, അത് രാജ്യത്തെ ഒരു ഭീകരവാദ തരത്തിലുള്ള രീതിയിൽ കണക്കാക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറാണ്, സജ്ജമാണ് എന്നടക്കമുള്ള രീതിയിൽ കാര്യങ്ങൾ പരാമർശിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെ കാര്യവും പ്രധാനമായും എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ 3 സേനാ വിഭാഗങ്ങളും സജ്ജമായി തന്നെ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അതിന് നേരിടാൻ തന്നെ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് അവർ ഉറച്ചു പറയുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഒരു സമാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ തന്നെയാകും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും കൈക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ കൂടി നോക്കണം. അതിർത്തി ജില്ലകളിലെ ചില സാഹചര്യങ്ങൾ, പ്രധാനമായും പൂഞ്ച് അടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിൽ കുപ്വാര അടക്കമുള്ള ബരാമുള്ള അടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിട്ടുള്ള ഷെല്ലാക്രമണം, അതിൽ ജനങ്ങൾ സർക്കാരിന് അർപ്പിച്ചിരുന്ന ആ ഒരു വിശ്വാസം അത് പുലർത്താൻ സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഉമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ട് എന്ന്, രാജ്യം ഒപ്പമുണ്ട് എന്ന് അവിടുത്തെ കശ്മീരിലെ ജനതയ്ക്ക് ഉറപ്പ് നൽകുന്ന തരത്തിലായിരുന്നു അവിടുത്തെ നടപടിക്രമങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു. അത്തരത്തിൽ വീണ്ടും ഇന്നു മുതൽ ഒരു സമാധാനത്തിന്റെ നാളുകൾ
വീണ്ടും കശ്മീർ ജനതയ്ക്ക് മുന്നിലേക്ക് വരികയാണ്. ഒപ്പം തന്നെ പഞ്ചാബ് അതിർത്തിയിൽ സമാധാനം പുലരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ ഇന്ന് അവിടുത്തെ സ്കൂളുകളടക്കം തുറന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ വീണ്ടും ഈ ഒരു സംഘർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ വീണ്ടും വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുട്ടികളൊക്കെ വീണ്ടും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന അതിർത്തി സംസ്ഥാനങ്ങളിൽ വീണ്ടും ഇത്തരത്തിൽ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം പുറപ്പെടുവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. അത് നിലനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അറ്റാക്കിൽ ഇന്ത്യ എവിടേക്കാണ് ഈ പാകിസ്ഥാന്റെ എയർബേസുകൾ തകർത്തതടക്കമുള്ള കൃത്യമായ വിശദാംശങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അതിന്റെ തെളിവുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തമായ പ്രതികരണം വന്നിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ നിന്നൊരു ഈ DGMO തലത്തിൽ ആ രീതിയിലുള്ള ചർച്ചകൾക്കും വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം IPL പുനരാരംഭിക്കാൻ നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കായിക വിനോദങ്ങളിലൊന്നാണ് ക്രിക്കറ്റ്. അതിൽ IPL വളരെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഈവന്റ് കൂടിയാണ്. അത്തരത്തിലൊരു ടൂർണമെന്റ് പാതി വഴിക്ക് നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം ഈ സംഘർഷത്തെ തുടർന്നുണ്ടായിരുന്നു. അത് ഉടനടി തന്നെ പുനഃസ്ഥാപിക്കാൻ, കാരണം അടുത്ത മാസങ്ങളിലൊക്കെ തന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇംഗ്ലീഷ് താരങ്ങൾക്കടക്കം തിരികെ നാട്ടിലേക്ക് പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യക്കും ആ ടൂർണമെന്റ് ഉണ്ട്. ഇംഗ്ലണ്ടിനെതിരെയാണ് ആദ്യ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരങ്ങൾ, ഇംഗ്ലണ്ടിനെതിരെയാണ് ആദ്യ പരമ്പര നടക്കാൻ പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ മാസം തന്നെ നേരത്തെ ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെ 25-ന് തന്നെ ഫൈനൽ നടത്തി മുന്നോട്ട് പോകാൻ ഒരു നീക്കമാണ് പ്രധാനമായും BCCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഗവേണിംഗ് ബോഡി ചേർന്നിരുന്നു. അതിൽ ദക്ഷിണേന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ വേദിയാക്കിക്കൊണ്ട് 3 സംസ്ഥാനങ്ങളിലെ സ്റ്റേഡിയങ്ങൾ വേദിയാക്കിക്കൊണ്ട് ഇനിയുള്ള മത്സരങ്ങൾ, ഇനി ബാക്കിയുള്ളത് 17 മത്സരങ്ങളാണ്. ഈ മത്സരങ്ങൾ പുനഃക്രമീകരിച്ച് നടത്താൻ ഉള്ള ഒരു ആലോചനയാണ് BCC മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ചെപ്പോക്ക് സ്റ്റേഡിയം, ഒപ്പം തന്നെ ചിന്നസ്വാമി, ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയം, ഹൈദരാബാദിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം, ഈ 3 സ്റ്റേഡിയം ആയിരിക്കും ഇതിന് വേദിയാവുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ മൊത്ത തരത്തിൽ നോക്കുമ്പോഴും പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നത്. ഇനി കുറച്ചു കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ഇനിയും ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ളവരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതടക്കമുള്ള നടപടികൾ ഇന്ത്യ കൈക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉച്ചയ്ക്ക് 12 മണിക്കാണ് DGMO തരത്തിലുള്ള യോഗം ചേരുന്നത്. ശരി മിഥുൻ, അടുത്തത് ഇതിന്റെ ഒരു രാഷ്ട്രീയ വശമാണ്. നമുക്കറിയാം പ്രതിപക്ഷം ഉൾപ്പെടെ കാര്യമായി തന്നെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ സർക്കാർ നേരിട്ട് വിശദീകരിക്കണം. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രതികരണം പോലും ഇക്കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയവുമാണ്. അപ്പോൾ സർവകക്ഷി യോഗം വിളിക്കണം, അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളനം വിളിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ, തുടർച്ചയായ 2ാം ദിവസവും ആ തരത്തിൽ ഉണ്ടായിട്ടുള്ള അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം, ഇതൊക്കെ ശ്രദ്ധേയമാണല്ലോ. 3ാം കക്ഷിയെ ഇടപെടാൻ കശ്മീർ പോലെയുള്ള ഒരു പ്രധാന വിഷയത്തിൽ അത് നമ്മുടെ മാത്രം വിഷയമാണെന്ന നിലപാടിൽ നിന്ന് ഇന്ത്യ പിറകോട്ട് പോയിട്ടുണ്ടോ? ഇത്തരം പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ആ രീതിയിലൊരു രാഷ്ട്രീയ പ്രതികരണം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ രീതിയിൽ ചർച്ചകൾ, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതികരണത്തിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? ശ്രീജ, നമുക്കറിയാം ഈ വെടിനിർത്തൽ കരാർ വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലടക്കം വിവിധ കോൺഗ്രസ് നേതാക്കൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു തീരുമാനത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. അതിൽ ഒരു ഭിന്ന അഭിപ്രായമുണ്ട് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനകത്ത് തന്നെ. കാരണം P. ചിദംബരം പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകാതെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടി കൈക്കൊണ്ട ആ രീതി, അതിനെ പ്രശംസിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. ശശി തരൂർ സമാനമായ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ പ്രധാനമായും ഉയർത്തിക്കാണിച്ചത് 1971-ൽ അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധി സ്വീകരിച്ചിരുന്ന നടപടി, അത്തരത്തിൽ ഇന്ദിരാഗാന്ധി പറയുന്ന ക്ലിപ്പിംഗ്സുകൾ, ആ കട്ടൗട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആയിരുന്നു ഇത്തരത്തിൽ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടായിരുന്നത്. ആ രീതിയിൽ പറയാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നത്. പിന്നീട് അതിൽ ഒരു പ്രതികരണമായിരുന്നു ശശി തരൂരിന്റെയും ഒപ്പം തന്നെ P. ചിദംബരത്തിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്ത രണ്ടുപേരും CWC അംഗങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം നേരത്തെ തന്നെ ഈ പഹൽഗാൻ ആക്രമണവുമായി ബന്ധപ്പെട്ടും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പരസ്യമായി തന്നെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് നടത്തുന്ന ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതൊക്കെ കൃത്യമായി പിന്നീടൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് AICC. ആ പ്രമേയത്തിനനുസരിച്ച് മുന്നോട്ട് പോകും. മറ്റ് വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശന ഉപാധികൾ അല്ലെങ്കിൽ
കർശന നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാർട്ടി നേതാക്കൾക്ക് നൽകുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുന്നു. അതായത് ഈ വിഷയത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത്, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ DGMO തലത്തിലുണ്ടായ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ ഒരു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ ഈ മൂന്നാം കക്ഷി എന്ന രീതിയിൽ US-ന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി വിശദീകരണം നൽകണം, അത് അറിയിക്കണം, അതിനുവേണ്ടി പ്രത്യേക പാർലമെന്റ് സെഷൻ വിളിച്ചു ചേർക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധി കത്തയച്ചത്. അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സമാനമായ രീതിയിൽ കത്തയക്കുന്നു. പ്രധാനമന്ത്രിക്ക് പാർലമെന്റ് സെഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളൊക്കെ ഈ രീതിയിൽ സർവകക്ഷി യോഗം വിളിക്കണം, അതായത് ധൈര്യമുണ്ടോ പ്രധാനമന്ത്രിക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ, കാരണം ഇതിനു മുമ്പ് ഈ സംഘർഷം ഉടലെടുത്ത രീതിയിൽ 2 സർവകക്ഷി യോഗങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ 2 സർവകക്ഷി യോഗങ്ങളിലും പ്രതിരോധ മന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ആയിരുന്നു അധ്യക്ഷത വഹിച്ചത്. പ്രധാനമന്ത്രി പങ്കെടുത്തില്ലായിരുന്നു. അതിലൊക്കെ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുകയും പക്ഷേ നിലവിൽ സർക്കാരിനൊപ്പം ഏത് തരത്തിലുള്ള രീതിയിലും സർക്കാരിനൊപ്പം നിൽക്കുമെന്നുള്ള രീതിയിൽ ഒരു പ്രഖ്യാപനം രാഹുൽ ഗാന്ധി ആയാലും അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷനും ഒക്കെ നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ വീണ്ടും അവർ ഒരു പടി കൂടി കടന്നുകൊണ്ട് കൂടുതൽ കടുപ്പിക്കുന്നു. ഈ വിഷയത്തിൽ കൃത്യമായ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് വ്യക്തമാക്കണം. ഏതെങ്കിലും തരത്തിൽ US-ന് മുന്നിൽ വഴങ്ങാൻ ഇന്ത്യ സമ്മതിച്ചോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ ശ്രീജി സൂചിപ്പിച്ചതുപോലെ തന്നെ കശ്മീർ അടക്കമുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ US-നെ പ്രതിനിധിയാക്കിയോ അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചയിലേക്ക് കൊണ്ടുവന്നോ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കാക്കാം. മിഥുൻ, എന്തായാലും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത വാസ്തവത്തിൽ അതല്ല. ഇന്നത്തെ പ്രത്യേകത ഇന്ത്യ പാക് സംഘർഷ അവസ്ഥയിൽ ഇന്നത്തെ DGMO തല ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ടാവുന്നു? ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു താൽക്കാലിക ധാരണ മാത്രമാണ്. അതിൽ നിന്ന് ഒരു വെടിനിർത്തൽ കരാർ എന്നതിലേക്ക് പോകാൻ കഴിയുമോ? അതിർത്തിയിൽ ശാന്തത സ്ഥിരമായി പുലരാൻ വേണ്ട നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. പാകിസ്ഥാൻ ഒരു ധാരണ ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം അത് ലംഘിച്ചതാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളൊരു പ്രതീതി നമുക്ക് അവർ തന്നതാണ്. അതിൽ നിന്ന് മാറി സർക്കാർ തലത്തിൽ സൈനിക തലത്തിൽ ഒരു കൃത്യമായ ഉത്തരം പറയുമോ പാകിസ്ഥാൻ എന്നതാണ് ഈ ദിവസത്തിന്റെ ആകാംക്ഷ. 12 മണിക്കാണ് ഈ ചർച്ച. അതിന്റെ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് അപ്പോൾ പോകാം. ഇപ്പോൾ